ഞാൻ ഡോക്ടർ സുനിൽ ദേവപ്രഭ. യൗവനത്തിൻ്റെ വസന്തം. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഘട്ടമാണ് യൗവനം. കർമ്മനിരതമാവേണ്ട കാലം, ഏറ്റവും ധിഷണാശാലിയായി പ്രവർത്തിക്കേണ്ട കാലം. ആ സമയത്ത് ക്ഷുദ്ര വിനോദങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം പോയവർക്ക് വയസ്സാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. നരച്ച തല എന്നത് മഹിമയുടെ കിരീടമാണ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ടാഗോർ പറഞ്ഞതോ, യൗവനം സാഹസികമായി മുന്നേറുമ്പോൾ വാർദ്ധക്യം സംശയിച്ചു നിൽക്കുന്നു എന്നാണ്. വാർദ്ധക്യം പിന്നോട്ട് നോക്കുന്നു, യൗവനം മുന്നോട്ട് നോക്കുന്നു. ചില ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയും എത്ര വയസ്സായി എന്നങ്ങനെ അറിയാതെ ചോദിച്ചു. അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, എൻ്റെ പ്രായം എന്നത് -15 വർഷം. ചിലപ്പോൾ അവർ പറയും, ചില ആളുകൾ പറയും വാർദ്ധക്യം എന്നത് എൻ്റെ പ്രായത്തിൻ്റെ കൂടെ 15 വയസ്സ് കൂട്ടിയാൽ കിട്ടുന്ന ഒന്നാണെന്ന്. അങ്ങനെ ജീവിതത്തെ വ്യത്യസ്തമായി കാണുന്ന പ്രായമായവരുണ്ട്. ചെറുപ്പത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെറുപ്പത്തിൽ ചെയ്യണം. വയസ്സായിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ ആളുകൾ ഭ്രാന്തെന്ന് ചിലപ്പോൾ വിളിച്ചെന്നിരിക്കും. അതായത് അരുതാത്തത് പ്രായമാകുമ്പോൾ ചെയ്യരുത്. യൗവനമാണ്, എൻ്റെ മനസ്സിൽ യൗവനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് മോശമാണ്, നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. യയാതിയുടെ കാര്യം തന്നെ നമ്മൾ മഹാഭാരതത്തിലെ പറയുന്നുണ്ടല്ലോ, യയാതി രാജാവിൻ്റെ കഥ. യയാതിക്ക് യൗവനം ആഘോഷിച്ച് മടക്കുന്നതിന് മുമ്പേ വാർദ്ധക്യത്തിലെത്തിയെന്നുള്ള ഭയം കാരണം ഇളയ മകൻ പുരുവിൻ്റെ യൗവനം കടം വാങ്ങി. കുറേ ആർമാദിച്ച് ജീവിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ വാഗ്ദാനം തിരിച്ച് യൗവനം തിരികെ കൊടുത്ത് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി. ഇത് നമ്മുടെ ആഫ്രിക്കയിലൊരു കഥയുണ്ട് ഇതുപോലെ തന്നെ, ഒരു താണ്ടോടി കഥ. ഒരു മകൻ, അച്ഛനും അമ്മയും മകനും മാത്രം. അപ്പോൾ വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും പരസ്പരം നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ മകൻ കല്യാണമൊക്കെ കഴിച്ച് വേറൊരു നാട്ടിൽ സെറ്റിലായി. അപ്പോൾ ഒരു ദിവസം എല്ലാ കാര്യങ്ങളും ഇവർ വിളിച്ചു പറയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും. ഒരു ദിവസം അവൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൻ്റെ നരച്ച തലമുടി കണ്ടപ്പോഴത്തേക്ക് ഉടനെ അമ്മയെ വിളിച്ചു പറയും, അമ്മേ എൻ്റെ മുടി നരച്ചമ്മേ, പ്രായമായമ്മേ എന്ന് പറഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു, മോനെ നിന്റെ മകന് കൗമാരപ്രായം എത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് നിന്റെ മുടി നരച്ചത്. നീ ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, മകന് വേണ്ടി ജീവിക്കേണ്ടിയിരിക്കുന്നു. മകന് നല്ലത് പറഞ്ഞു കൊടുത്ത് അവനെ കർമ്മനിരതമാക്കേണ്ട ഉത്തരവാദിത്വം നിന്നിലാണ് എന്ന് പറഞ്ഞു. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് യൗവനം. യൗവനം കളഞ്ഞു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്.